ഞാൻ ശ്രീരേഖ. കമ്പനിയും ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദി കേട്ടോ. പിന്നെ എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും ഞാൻ കേട്ടോ. ഓരോരുത്തരും ചോദിച്ചാൽ അതിന് ഹെയർ കെയറിനെ കുറിച്ചിട്ട് എന്ത് സംശയം ചോദിച്ചാലും ഞാൻ അതിന് മറുപടി തരുന്നതാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിതിപ്പോൾ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി തരണമല്ലോ കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കണ്ട. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഹെയർ കെയറിനെ കുറിച്ചിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്. പണ്ട് ഇതുപോലെ ഓരോരുത്തരും നേരിട്ട് കാണുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും മുടിയെക്കുറിച്ചിട്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുക്കുക. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കേട്ടോ. വളരെ സന്തോഷമാണ് ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ. എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഓരോരുത്തരും ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കും മുടിയെക്കുറിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കും. പിന്നെ അറിയാവുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ അവരുടെ പ്രശ്നം എന്താണോ അത് കേൾക്കും. എന്നിട്ട് ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം അത് പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ചിലവർക്ക് തല ഭയങ്കര ചൂടാണ്, ചിലവർക്ക് കുരുക്കളുണ്ട് തലയിൽ, അതുപോലെ മുടി ഊരി പോണു, മുടിക്ക് കളറില്ല, പിന്നെ മുടി എപ്പോഴും കെട്ടുപണിഞ്ഞ് കിടക്കണു, മുടി വെടുത്താൻ പ്രയാസമാണ്, ഇങ്ങനെ ഒരുപാട് മുടിയിൽ കായ വരണു, മുടിയുടെ എൻഡ് അല്ലേ അത് സ്പ്ലിറ്റ് എൻഡ് അതാവുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കും കേട്ടിട്ട് എല്ലാം. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിഞ്ഞു പോകണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. അപ്പോൾ ശരിക്കും മുടി കൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മുടി കൊഴിഞ്ഞു പോയാൽ അതിനനുസരിച്ചിട്ട് ഇരട്ടി മുടി വളരും. പക്ഷെ നമ്മളൊന്ന് കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലമാണെങ്കിലും മഴക്കാലമാണെങ്കിലും എപ്പോഴും നമുക്ക് നമ്മളുടെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ മാറും അല്ലേ. ഇപ്പോൾ നല്ല ചൂടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലവേദന കാര്യങ്ങൾ എപ്പോഴും നമ്മളെ ക്ലൈമറ്റ് ചേഞ്ചിങ് അനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലേ. ചൂട് കൂടുതലുള്ള സമയത്താണെങ്കിൽ തല മുഴുവനും കുരുക്കളും കാര്യങ്ങളും വരാം. പിന്നെ അതുപോലെ തന്നെ തലവേദന ഉണ്ടാവാം. പിന്നെ നമുക്ക് നമ്മളുടെ ശരീരത്തിനുള്ളിലുള്ള ജലാംശം പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഈ പ്രശ്നത്തിനെല്ലാം എന്താ ചെയ്യുക? പരിഹാരം കണ്ടുപിടിക്കുക. വെള്ളം കുടിക്കുക ധാരാളം, വെജിറ്റബിൾസ് അതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കഴിക്കുക. അപ്പോൾ ഏത് അവസ്ഥയിലാണോ വരുന്നത് അത് വന്നിട്ട് നമ്മൾ ചെയ്യാതെ അതിനെ നമ്മൾ തരണം ചെയ്യുന്ന രീതിയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ അത് തരണം ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ചൂട് സമയത്ത് നമ്മൾ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലേ, ശരീരത്തിൽ ഒരുപാട് ചൂട് കാര്യങ്ങൾ, നമുക്ക് തലവേദന, തളർച്ച, ക്ഷീണം, ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിക്കോഷൻ എടുക്കുക. അതായത് ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, എങ്ങനെയാണോ ചൂട് സമയത്ത് നമുക്ക് ഉള്ളിൽ തണുപ്പേൽക്കുന്ന ഭക്ഷണം കഴിക്കുക. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളുള്ള സമയത്ത് ചൂട് കൂടിയ ആഹാരങ്ങൾ, ചിക്കൻ തുടങ്ങിയ ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏത് കാലാവസ്ഥയിലും നമുക്ക്, ഞാനൊന്ന് പറഞ്ഞല്ലോ, ചൂട് കൂടിയ കാലാവസ്ഥയാണെങ്കിലും നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നമുക്കൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. ഓരോരുത്തർ സ്വെറ്ററും പുതപ്പൊക്കെ ഇട്ട് നടക്കണോ ഇരിക്കണോ, വണ്ടിയിലാണെങ്കിലും പുറമേ ആണെങ്കിലും. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടാതെ നടക്കാൻ പറ്റി. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടേ, നിങ്ങൾക്കൊന്നും ഇതൊന്നും വേണ്ടേ, കാരണം നമ്മൾക്ക് ഇതൊന്നും പ്രശ്നമാവുന്നില്ല. ചൂട് സമയത്താണെങ്കിലും നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തണുപ്പാണെങ്കിലും അതെ. അപ്പം നമുക്ക് വിറച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവാം വണ്ടിയിലെ എ സിയും അതും ഇതും എല്ലാം കൂടി. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഒരു തണുപ്പ്, അയ്യോ എനിക്ക് തണുപ്പാണ്, അങ്ങനെയൊന്നും ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ചൂടാണെങ്കിലും ഓവർ ചൂടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. തണുപ്പാണെങ്കിലും ഞാൻ സ്വെറ്റർ കൊണ്ടെങ്കിൽ എനിക്ക് എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ശരീരം അതിന് തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എല്ലാവർക്കും, ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി സംഭവങ്ങൾ, ആഹാരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ ഗുണം നമുക്ക് പിന്നീടായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സമയങ്ങളിൽ, അപ്പോൾ ഞാൻ അതുപോലെ മുടിയെക്കുറിച്ചിട്ട് പറഞ്ഞു. ഈ മുടിയിൽ പാക്കും അതുപോലെ ജെല്ലും മാസ്കും ഇതെല്ലാം ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നത് പിന്നീടായിരിക്കും
അല്ലേ? ഇങ്ങനെ ടൂറൊക്കെ പോകുന്ന സമയത്ത് സത്യത്തിൽ ഞാൻ എണ്ണയൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ജെല്ലുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല 10 ദിവസത്തെ ടൂർ നമ്മുടെ ട്രിപ്പ് പോയപ്പോൾ. എന്നാലും നമുക്കൊന്നും ചെയ്യാതെ തന്നെ മുടി ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് തിരിച്ച് വന്നപ്പോൾ തന്നെ മുടി അങ്ങനെ തന്നെയായി, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കൂടി വന്നാൽ ചിലപ്പോൾ ജടയുണ്ടാവും, കാരണം നമുക്ക് സമയാസമയങ്ങളിൽ മുടി പിന്നെ വിടുത്താനുള്ള ഒരു സാവകാശം നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വിടുത്താനോ കെട്ടി പിന്നിടാനോ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് മുടി ഊരിപ്പോയിട്ടുണ്ട് കേട്ടോ, അല്ലാതെയുള്ള പ്രശ്നങ്ങളൊന്നും, അത് നമ്മുടേതായിട്ടുള്ള കുഴപ്പം കൊണ്ടിട്ടുണ്ട്. കാരണം മുടി വിടുത്താൻ പറ്റുന്നില്ല, പിന്നിടാൻ പറ്റുന്നില്ല, ആ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ ഈ മുടി ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ ഇന്നലെ കാണിച്ചില്ലേ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ ചെമ്പരത്തി പൂവും ഞെരടി പിഴിഞ്ഞെടുത്തിട്ടുള്ള താളി, അതാണ് ഇന്നിപ്പോൾ തേച്ചിട്ടുള്ളത് കേട്ടോ. തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓവറായിട്ടുള്ള എണ്ണമെഴുക്കൊന്നുമില്ല. അതുപോലെ ചൂട് സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് ഈ കാഴ്ച ഹൈബിസ്കസിൻ്റെ താളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തലയ്ക്ക് നല്ല കൂളിംഗ് ആയിരിക്കും, നല്ല സുഖമായിരിക്കും. മുടി നമുക്ക് കെട്ടുപണഞ്ഞ മുടിയെല്ലാം നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും കേട്ടോ. ഫ്രീസി ഹെയറിനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്രയും ഭംഗിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ മുടി പറ്റും. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക കേട്ടോ. ഇപ്പോൾ ഇന്ന് തേക്കുന്ന പാക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നാളെ ഗുണം ചെയ്യും, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ ചെയ്യാനുള്ള കടമ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മുടി കെയർ ചെയ്യുക, മുടിക്ക് വേണ്ട ജെല്ല് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മാസ്ക് അപ്ലൈ ചെയ്യുക, അങ്ങനെ ഓരോ പാക്ക് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് പിന്നീട് കിട്ടും. അതുപോലെ മുടി നമ്മൾ ഈ മാസ്ക് തേച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും കുഞ്ഞു കുഞ്ഞു മുടികൾ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് റിസൾട്ട് പിന്നീടുള്ള നമ്മളുടെ ഇതുപോലെയുള്ള എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മൾ അന്ന് ഈ ഗുണം മനസ്സിലാക്കുന്നത് കേട്ടോ. അതുപോലെയുള്ള ഇങ്ങനെ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ഇതുപോലെ ഓരോ ജെല്ലും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ ഗുണം കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരും അത് മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരുപാട് പേര് മുടി കൊഴിയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് വെള്ളത്തിലിട്ട് കുതിർത്തി തേക്കുന്ന കാര്യം പറഞ്ഞു. സമയമില്ലാത്തവരാണെങ്കിൽ ഞരടി പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം തലയിൽ തേച്ചാലും മതി കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ തേക്കുന്നത് നല്ലതായിരിക്കും. ഏത് ടിപ്സും ബാക്കും ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ എന്നോട് ചോദിച്ചു മുടിക്ക് തിക്നെസ് ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അതായത് നെല്ലിക്കപ്പൊടി, മൈലാഞ്ചി, ഇരട്ടിമധുരം, ഈ 3 മാത്രം മതി കേട്ടോ. ഈ 3 കൊണ്ടിട്ട്, അതായത് സമ എടുക്കാം നമുക്ക്. നെല്ലിക്കപ്പൊടി 3 സ്പൂൺ ആണെങ്കിൽ മൈലാഞ്ചിപ്പൊടി 3 സ്പൂൺ, അതുപോലെ ഇരട്ടിമധുരം 3 സ്പൂൺ. ഇത് നമ്മൾ വെറും വെള്ളത്തിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലമുട്ടിയിലും തലമുടിയിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, കൂടുതൽ നിൽക്കാൻ പറ്റുന്നവർ 1 മണിക്കൂറാവാം. എന്നിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞു അങ്ങനെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും മുടിക്ക് നല്ല തിക്നെസ് തോന്നും. അതുപോലെ മുടിയും വളരും കേട്ടോ. ഹെയർ ഗ്രോത്തിനും ഏറ്റവും ബെസ്റ്റാണ്. മുടിക്ക് തിക്നെസ് ഉണ്ടാവാനും ഈ പാക്ക് വളരെയധികം ഉപകാരമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേക്കാറുണ്ട് ഈ പാക്ക്. അത് കാരണം നമുക്ക് എല്ലാം ഒരേ അളവിൽ എടുക്കാം കേട്ടോ. ഇരട്ടി മധുരം എടുക്കാം, അതുപോലെ മൈലാഞ്ചി, നെല്ലിക്കപ്പൊടി, ഇത് 3 ഒരേ അളവിലെടുത്ത്, അതായത് ഓരോരുത്തരുടെ എത്രയാണോ മുടിക്ക് ആവശ്യം അത്ര എടുക്കാം കേട്ടോ. ചിലർക്ക് 2 സ്പൂൺ മതിയാവാം എല്ലാം, അല്ലേ? 2 സ്പൂൺ നെല്ലിക്കപ്പൊടി, 2 സ്പൂൺ മൈലാഞ്ചിപ്പൊടി, 2 സ്പൂൺ ഇരട്ടി മധുരം. ചിലർക്ക് അത് പോരാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ മുടിക്ക് അനുസരിച്ചിട്ട് കൂട്ടി എടുക്കാം. 3 സ്പൂൺ, ധാരാളം മുടിയുള്ളവരാണെങ്കിൽ 3 സ്പൂൺ വെച്ചിട്ട് 3 മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ അടിപൊളി പാക്കാട്ടോ. മുടി നല്ല സിൽക്കി ആയിട്ടുണ്ടാവും. ഇരട്ടി മധുരമൊക്കെ ചേർക്കുമ്പോൾ മുടി നല്ല സിൽക്കി ആവും, മുടി കൊഴിച്ചിലില്ലാതെയാവും, മുടിക്ക് തിക്നെസ് ഉണ്ടാവും. പല ഗുണങ്ങളാണ് കേട്ടോ. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നമ്മുടെ മുടി ഇതുപോലെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തോളൂ.
നമ്മൾ ശ്രദ്ധിക്കേണ്ട മുടി ഇങ്ങനെ വളരുന്നുണ്ടോ എന്ന് നമ്മൾ എന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് അപ്ലൈ ചെയ്യുക, കഴുകി കളയുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രാജുവലി നമുക്ക് നമ്മുടെ മുടി ഉണ്ടാവും, മുടി വളരും, മുടി തിക്നെസ് ഉണ്ടാവും. വൈകുന്നേരങ്ങളിൽ മുടി എപ്പോഴും പിന്നിയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റും കേട്ടോ. കൂടാതെ ഈ തരം പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പൊക്കോളൊക്കെ ഭംഗിയാവും കേട്ടോ. ഇങ്ങനെ ആരും കഷ്ടപ്പെടേണ്ട, വിഷമിക്കേണ്ട, മുടി പോകുമെന്ന് വിചാരിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും, മുടിയെക്കുറിച്ചിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും 100% ഉറപ്പുണ്ട്, ഈ കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി വളരെ ഭംഗിയോടുകൂടി പോകാൻ പറ്റും. മുടി കൊഴിഞ്ഞു പൊക്കോട്ടെ കേട്ടോ. 100-120 മുടി ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് പോകും, പക്ഷെ പോയാലും അതിൻ്റെ ഇരട്ടി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുള്ളൂ, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. തലവേദന അങ്ങനെ അലർജി ഉള്ളവരാണെങ്കിൽ കൂടുതൽ നേരം വയ്ക്കേണ്ട, 5 മിനിറ്റ് വയ്ക്കുക, 10 മിനിറ്റ് വയ്ക്കുക, പിന്നെ കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ രസനാദിപ്പൊടി തിരുമ്മുക, നീർക്കെടുത്തുള്ളവർ ഇതൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഷാമ്പു കാര്യങ്ങൾ സോപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. പകരം മുളപ്പിച്ച ചെറുപയർ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് നല്ലതാണ്, പ്രോട്ടീൻ കൂടുതലാണ്. അപ്പോൾ ഹെയറിന് ഗ്രോത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, വിഷമങ്ങളൊന്നും എല്ലാം നമ്മളെല്ലാം ഭഗവാനിലേക്ക് അർപ്പിക്കുക കേട്ടോ. ഓരോരുത്തർക്കും ഓരോ മനുഷ്യനെല്ലാം ഓരോ തരത്തിൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതെല്ലാം ഭഗവാനിലേക്ക് അർപ്പിക്കുക കേട്ടോ. ഭഗവാൻ പിന്നെ നമ്മളെ നോക്കിക്കോളും, എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പ്രാർത്ഥന കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.